أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. أفلم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. فلا يحزنك قولهم. അവരുടെ സംസാരങ്ങൾ, വാക്കുകൾ ഒരിക്കലും നബിയെ നിങ്ങളെ വിഷമിപ്പിക്കരുത്, നിങ്ങളെ ദുഃഖത്തിലായിത്തരുത്. ഇന്നാ തീർച്ചയായും നാം നഅലമു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാ യുസ്റൂന അവർ രഹസ്യമായി പറയുന്ന കാര്യങ്ങളും വമാ യുഅ്ലിനൂൻ അവർ പരസ്യമായി പറയുന്ന കാര്യങ്ങളും നാം അറിയുന്നുണ്ട്. അതായത് പുണ്യ റസൂലിനെ ഇല്ലാത്ത കിംവദന്തികളും പരാതികളും പറഞ്ഞുണ്ടാക്കി പ്രശ്നത്തിലാക്കാൻ തീരുമാനിച്ചു മക്കക്കാർ. പലരും പറഞ്ഞു പരത്തി, പിന്നെ അതവരുടെ തീരുമാനമായി. എല്ലാ നിലയിലും എല്ലാ നിലക്കും ശത്രുക്കൾ പുണ്യ റസൂലിനാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഒരു മാന്യനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമായിരിക്കും. അതായത് അവർക്ക് അത്തരം വാക്കുകൾ കേട്ടിട്ടൊന്നും പരിചയം ഉണ്ടാവില്ല, ആ കുഴങ്ങിപ്പോകും. അപ്പോൾ നബിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട സൂറത്താണ് മുസമ്മിൽ. ദുഃഖം സഹിക്കാൻ കഴിയാത്ത നബി പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് യാ അയ്യുഹൽ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ എണീക്കി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും നോക്കണ്ട. അതിന്റെ മറ്റൊരു ഭാവമാണ് ഈ പറയുന്നത്. ഈ ആയത്തൊക്കെ മക്കിയത്താണ്. അവരിങ്ങനെ പറഞ്ഞുണ്ടാക്കി, നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പേര് സാമിഉ കുല്ലി നജ്വാ, എല്ലാ രഹസ്യ സംഭാഷണങ്ങളും കേൾക്കുന്നവനാണ് ആര്? അല്ലാഹു. പേടിക്കണ്ട. അള്ളാഹിനെ പറ്റിയൊരു എന്താ പറയാ, യമനൽ ജമീല വസതറൽ ഖബീഹ വലം യുആഖിർ ബിൽ ജരീറ വലം യഹ്തിക് സിദ്ര യാ അലീമൽ അഫ്വി വയാ ഹസനത് തജാവുസ് വയാ വാസിഅൽ മഗ്ഫിറ വയാ ബാസിതൽ യദൈൻ ബിർറഹ്മാ വയാ സാമിഅ കുല്ലി നജ്വാ വയാ സാമിഅ കുല്ലി നജ്വാ എല്ലാ രഹസ്യ സംഭാഷണങ്ങളും കേൾക്കുന്നവനെ. ഒരാളൊന്നും പറയാൻ പറ്റില്ല, ആര് കേൾക്കും? അല്ലാഹ്. രഹസ്യ സംഭാഷണങ്ങളിൽ പലതും കുതന്ത്രമായിരിക്കും അതിന്റെ പിന്നിലുണ്ടാവുക. കുതന്ത്രം ഉണ്ടാക്കുക, അതിനുവേണ്ടി പലരും രഹസ്യമായി പറയും. എന്നാൽ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വക്കീൽ സ്ഥലത്തുണ്ട്. പിന്നെ അവന്റെ പ്രശ്നം എന്താ? ഒരാൾ വക്കീലിനെ ഏൽപ്പിച്ച് കോടതിയിൽ ലണ്ടനിൽ പോയി അവന്റെ കേസ് എന്ന് വിളിക്കും. അവന് എന്ത് പ്രശ്നമുള്ളത്? അവന്റെ വക്കീൽ ഹാജറില്ല. മനസ്സിലായോ പറഞ്ഞത്? വക്കീല് ഹാജരാവണുണ്ട്. പിന്നെ ഓനെന്ത് പ്രശ്നമുള്ളത്? ആരാജറുണ്ട്? വക്കീൽ ഹാജറില്ല, പിന്നെ പ്രശ്നം. അതാണ് എല്ലാ അന്യായങ്ങളും അവസാനം എത്തിച്ചേരുന്നവന്. അള്ളാഹുവിന്റെ ഏതൊരാളും അന്യായം കൊടുത്താൽ, ഏത് പെറ്റീഷൻ ലാസ്റ്റ് എത്തിൽ ആരെടുത്താണ്? അള്ളാഹിന്റെ ഓഫീസിലാണ്. ويا سامع كل نجوى ويا منتهى كل شكوى ويا كريم الصفح ويا عظيم المن ويا مبتدئا بالنعم قبل استحقاقها يا ربي ويا سيدي
വയാ മൗലായ വയാ ഗായത റഗ്ബതി അസ്അലുക അല്ലാ തുശവ്വിഹ ഖിൽഖതി ബിബലാഇ ദുനിയാ വലാ ബിഅദാബിൻ നാർ. ഒരു മഹാകൂട്ടം മലക്കുകളുടെ കൂട്ടത്തിൽ പുണ്യ റസൂലിനെ സയ്യിദുനാ ജിബ്രീൽ വന്ന് കണ്ടിട്ട് അടിമകളുടെ ദുനിയവിലും ഉഖ്റവിലുമായ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചു കിട്ടാനുള്ള ദുആയാണെന്ന് പറഞ്ഞു കൊടുത്ത ദുആയാണിത്. ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പഠിപ്പിച്ച ആളുകൾക്ക് അവർക്ക് പഠിക്കാം, ഭാര്യക്ക് പറഞ്ഞു കൊടുക്കാം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിനപ്പുറം പറഞ്ഞു കൊടുക്കാൻ അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. എന്നോട് ചോദിക്കും എന്തുകൊണ്ട്? ഒരു ഇൽമിന് അതിൻ്റെതായ വിലയുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓരോ ഇൽമിനും അതിൻ്റെതായ വിലയുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുക്കട്ടെ എന്നൊരു കൂട്ടരിനോട് ചോദിച്ചു. ഫോട്ടോസ്റ്റാറ്റ് ഇല്ല, നമ്മളെ ക്ലാസ്സിന് ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഓരോരുത്തരും നയിച്ച് പണിയെടുത്തിട്ട് ഉണ്ടാകണം. ഈ ദുആ കാണാതെ കിട്ടുന്ന ആളുകൾക്ക് കൈപ്പൊക്കാം. അറിയില്ലേ? ഈ ദുആ കാണാറില്ലേ? നഷ്ടം. اللهم يا من أظهر الجميل وستر الخبيث ولم يؤاخذ بالجريرة ولم يهتك الستر يا عظيم العفو ويا حسن التجاوز ويا واسع المغفرة ويا باسط اليدين بالرحمة ويا سامع كل نجوى ويا منتهى كل شكوى ويا كريم الصفح ويا عظيم المن ويا مبتدئا بالنعم قبل استحقاقها يا ربي ويا سيدي ويا مولاي ويا غاية رغبتي أسألك ألا تشوه خلقتي ببلاء الدنيا ولا بعذاب النار. ഇത് ഒരു ദിവസം 20 തവണ ചെല്ലുന്ന ആൾക്ക് ദുനിയാവിലെ ബലാ ഉണ്ടാവില്ല, ആഖിറത്തിലെ അദാബ് ഉണ്ടാവില്ല. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പെട്ടൊരു വാക്കാണിത്. ഇവിടെ വന്നപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ, അല്ല ഇവിടത്തുമായി ബന്ധപ്പെട്ടല്ല. പണ്ട് നമ്മൾ പറഞ്ഞ് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ആവർത്തിക്കുകയില്ല. ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് കൊടുക്കാനും പാടില്ല. അധ്വാനമാണ്. അതിൽ പങ്കെടുക്കാത്ത ആളുകൾ എന്നോട് വന്ന് സമ്മതം ചോദിച്ച് ഞാൻ പ്രദേശിക്കുന്ന ആളുകളിൽ നിന്ന് എഴുതിയെടുക്കുന്ന കളിയൊന്നും നടക്കൂല, പണിയെടുക്കി കുറച്ച് പണിയെടുക്കണം നടത്താം. അതിൽപ്പെട്ടൊരു വാക്കാണ് അതായത് രഹസ്യ സംഭാഷണങ്ങൾ നടക്കും. നമ്മൾ ബേജാറാണ്. നമുക്ക് എങ്ങനെ ഇപ്പോൾ കിടന്നുറങ്ങാം. നമ്മളെ വക്കീൽ സ്ഥലത്തുണ്ട്, നമ്മൾ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? കേസിന് വക്കീൽ ഹാജരുണ്ടെങ്കിൽ പ്രതിക്ക് ലണ്ടനിലേക്കും പോകണം. കാരണം ഹാജരാവും നിപുണനായ വക്കീൽ ഹാജരാകുമ്പോൾ പ്രതിക്ക് ലണ്ടനിൽ പോയാലെന്താ ഒരു പ്രശ്നമില്ല. വക്കീലാണ് നേരിട്ട് ഹാജരാകുകയും ചെയ്യും. ഏത് രഹസ്യ സംഭാഷണവും കേൾക്കുന്നവനെ നജ്വ രഹസ്യ സംഭാഷണം. അവരുടെ വാക്ക് ഒരിക്കലും നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നബിയേ. തീർച്ചയായും നാം അറിയുന്നുണ്ടല്ലോ മായുസിറൂന, അവർ രഹസ്യമാക്കി വെക്കുന്ന വാക്കുകളും അവരടക്കം പറയുന്നതും അവർ പരസ്യമായി ചീത്ത വിളിക്കുന്നതും എല്ലാം നാം അറിയുന്നുണ്ടല്ലോ. എല്ലാത്തിനും ഞാൻ അടി കൊടുക്കും, നിങ്ങൾ പേടിക്കണം. എന്റെ അടിയാണ് വന്നാൽ പിന്നെ അനങ്ങാൻ പറ്റൂല. ഓരോ അടിയാണ് ഞാൻ അടി കൊടുക്കും. ഞാൻ അടി കൊടുത്താൽ പിന്നെ തടുക്കാൻ കഴിയില്ല. ഞാനണ്ടടി എന്ന്. അത് പേടിക്കണ്ട. അടിമയെ ആര് സംരക്ഷിക്കും? അള്ളാഹു. പക്ഷെ അടിമ അള്ളാഹിനെ ഏൽപ്പിക്കണം. വക്കീൽ സ്വയം ഹാജരാവില്ല. പക്ഷെ എന്ത് ചെയ്യണം? കേസ് ആരെ ഏൽപ്പിക്കണം? വക്കീലേൽപ്പിക്കണം. വക്കീൽ ഏൽപ്പിക്കാതെ ഹൈക്കോടതിയിൽ പല വക്കീലുണ്ടെന്ന് എന്റെ കേസ് നടത്തണം. എന്ത് ചെയ്യണം? നിനക്ക് പറയാനുള്ളത് എന്ത്? പ്രതിഭാഗത്തിന്റെ പ്രശ്നം എന്ത്? നിന്റെത് എന്ത്? അതിന്റെ വസ്തുത എന്ത്?
ഇതൊക്കെ ആരെ ഏൽപ്പിക്കണം? വക്കീലിനെ ഏൽപ്പിക്കണം. ബാക്കി വക്കീൽ നോക്കണം. ഇതെല്ലാം അള്ളാനോട് പറഞ്ഞു, എല്ലാം അവനോട് പറയാം. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത് മഹാമിദുഹു വഅസ്സ സനാഹു ഹാദിൽ ഇബാദി ലാ സനാ അർഫാനിഹി ലൗല തഫള്ളുലു മഹ്തദൗ ലിസനാഹു മലികുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖി മാളിൻ വലാ യഹ്കുമു യുറാ ലിസിവാഹു മലികുൽ മുലൂകി. അവൻ രാജാതിരാജനല്ലേ, അല്ലാഹു അല്ലേ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയ. ലാ കബീറ സിവാഹു, വേറെ ആളും ആരില്ല, വലിയ ഒരാളില്ല. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത് മഹാമിദുഹു വഅസ്സ സനാഹു. അവന്റെ പ്രശംസകളും അവനെ പറ്റിയുള്ള വലിപ്പത്തരങ്ങളും ഏറെ വളർന്നിരിക്കുന്നു. ഹാദിൽ ഇബാദി ലാ സനാ അർഫാനിഹി ലൗല തഫള്ളുലു മഹ്തദൗ ലിസനാഹു. അവനെ അറിയുക എന്ന മേൽപ്പത്തരത്തിലേക്ക് അടിമയ്ക്ക് വെളിച്ചം നൽകിയത് അവനാണ്, അല്ലാഹു. ഏറ്റവും വലിയ വലിപ്പത്തരം അവനെ അറിയലാണ്. ഏറ്റവും വലിയ വലിപ്പത്തരം അവനെ അറിയലാണ്. ലൗലത്തഫദ്ദുലു, അല്ലാഹു ഔദാര്യം ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ മഹ്തദൗ ലിസനാഹു, അവന്റെ വലിപ്പത്തരത്തെ അറിയാൻ ഒരിക്കലും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അള്ളാനെ അറിയാ എന്ന വലിപ്പത്തരത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചത് ആരാണ്? അല്ലാഹു. അതാണ് വലിപ്പത്തരം. അള്ളാഹിനെ അറിയാം, അപ്പോൾ മനുഷ്യൻ ചെറുതാവും. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഞാനാണ് ഔലിയ, മറ്റൊന്നും ഞാൻ ഔലിയന്റെ ഔലിയ, ഔലിയന്റെ ഔലിയ അങ്ങനെ തോന്നും. ഇപ്പം എല്ലാവരും 4 റക്അത്ത് നിസ്കാരമുണ്ടോ ഓനൊക്കെ തോന്നണം ഇപ്പം ഞാൻ ഔലിയാണ്. അങ്ങനത്തെ ഒരു കാലമാണ്. ഞാൻ റഫീഖിനെ പൊളിച്ച ഈത്തറിഞ്ഞ് വരികയാണ് ഒരു ഔലിയാനെ പറ്റി പറഞ്ഞപ്പോൾ. എല്ലാവർക്കും തോന്നാ ഔലിയ ഒക്കെ ഔലിയ. എല്ലാ ആരുടെ ഇപ്പം ഔലിയ എല്ലാട്ടും ഒക്കെ ഔലിയാണ്. ഔലിയ സ്വന്തം വലിപ്പത്തിനെ കാണുന്നത് എന്തുകൊണ്ടാണ്? ഉപ്പിന്റെ കട്ട ബാക്കിയാവുന്നത് അത് ഉരുകിപ്പോകാത്തത് കൊണ്ടാണ്. സത്യത്തിൽ ഉപ്പിന് അങ്ങനെ കിടക്കാനുള്ള അർഹതയില്ല. ഉപ്പിന്റെ അർഹത അലിഞ്ഞു എന്നുള്ളതാണ്. ഉപ്പ് അരിഞ്ഞോണം. ഉപ്പ് എന്ന സാധനത്തിനെ കാണാനാണ്. അപ്പോൾ ഉപ്പ് വലിയൊരു സന്തോഷമായ സംഗതി ചെയ്യും. എന്ത്? ഭക്ഷണ പദാർത്ഥത്തെ അത് അനുഭവവേദ്യമാക്കും. ഉപ്പ് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അത് അരിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അരിഞ്ഞിട്ടില്ലെങ്കിലോ ഭക്ഷണം ഒന്നിനും പറ്റൂല. അടിമയുടെ ഏറ്റവും വലിയ വലിപ്പത്തരം ഫനാ ആണ്. അടിമ ഇല്ലാതാകലാണ്. അള്ളാന്റെ ദിക്റിൽ ഫനാ ആണ്. അപ്പൊ എന്താ പറഞ്ഞൊരു വിഷയത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഭരിക്കേണ്ട ജനങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. 2 റക്അത്ത് നിസ്കരിക്കുന്നവര് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവരും ഒക്കെ തോന്നാണ് ഞാൻ ഔലിയാണ്. അനുയായികൾക്ക് തോന്നാണ് ഞാനും ഔലിയാണ്, എന്റെ അവസ്ഥ ഒക്കെ ഔലിയാണ്. അപ്പൊ ഔലിയല്ലാത്ത സാധാരണ നാട്ടിലില്ല, ഒക്കെ ഔലിയാണ്. എന്തുകൊണ്ട് ഓൻ ഔലിയായി? ഓൻ അവന്റെ വലിപ്പത്തരത്തിലെ തിരിച്ചറിഞ്ഞു. അവന് എന്ത് നേരം കിട്ടിയില്ല. അവന്റെ ജലാലിന്റെ ജലാലിയത്തിന്റെ ബഹാരിയത്ത് അവന്റെ ജല്ലിയത്ത് അത് മനസ്സിലാക്കാൻ ഈ ദോഷിയായ അടിമക്ക് കഴിയാതെ വരുമ്പോൾ അത് ഉപ്പുനെല്ലായി കിടക്കുകയാണ്. അത് അരിഞ്ഞാൽ പോകണം. ഇനി അരിയാൻ ബാക്കിയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എല്ലാവരും കൂടെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഇവിടെ ഉണ്ടോ? മനസ്സിലായില്ല. ഉപ്പ് കല്ലായി കിടന്നത് എന്തുകൊണ്ട്? ഉപ്പിന് ഫനാഹില്ലാതെ അത് കിബറാണ്. ഉപ്പിന് ഉപ്പ് ഇനി എന്ത് ചെയ്യണം? അവന്റെ ഫനാഹ്, അതിന്റെ സർവനാശം, അതിന്റെ ഫനാഹിൽ ആണ് അതിന്റെ സ്വലത്ത്. മനസ്സിലായില്ലേ? ഉപ്പിൽ വലിയ പാഠമുണ്ട്. വസ്തുക്കൾ വിരോധിക്കാൻ പാടില്ല. ഒന്ന് ഉപ്പാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉപ്പിൽ വലിയ പാഠമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല വലിയ ഉണ്ടായിക്കൂടെ? വലിയ
വലിയൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു ഞാൻ വലിയാണ്, അവന്റെ അനുയായികൾക്ക് തോന്നുന്നു ഞാൻ വലിയാണ്. കുത്തുബുള്ളാഹി പരലോകം ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇപ്പം നാട്ടിലുള്ളത് അല്ലേ? അതെ, എല്ലായിടത്തും നോട്ടീസായ നോട്ടീസ് പാസ്പോർട്ടാണ്. കുത്തുബിൽ പരലോകം, കുത്തുബിൽ പരലോകത്തിന്റെ അപ്പുറത്തെ പരലോകം, പരലോകം ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കാലമാണ്. എവിടെയും എന്റെ പ്രത്യേകത 4 വിക്രയാണ് ചെല്ലിച്ചിട്ടുണ്ട്. ഈ പൊട്ടനറിയ വന്നത് കൗലാക്കിക്കണം അതറിയാം. ചിന്തിക്കും. പിന്നെ അവനെ വലുപ്പത്തിനായി ഇടയ്ക്കിടക്ക് ഉമ്മക്ക് പോകണം. ഏത് നാട്ടിലേക്കാണോ ഉമ്മക്ക് പോണത് ആ നാട്ടിലാണ് അബൂജഹൽ ജനിച്ചതെന്ന് മനസ്സിലാക്കണില്ല. നിങ്ങളിവിടെ ഉണ്ടോ? എന്താ മനസ്സിലായില്ല. ഏത് നാട്ടിലേക്കാണോ ഉമ്മക്ക് പോണത് ആ നാട്ടിലാണ് ആര് ജനിച്ച്? അബൂജഹൽ. ഞങ്ങൾക്ക് അവിടെ പോയ വലുപ്പത്തിലുള്ളൂ. മറ്റേ 30 സദാ സമയം അവിടെ ജനിച്ച് ഞങ്ങൾക്ക് പോയതല്ലാണ് വലുപ്പത്രം. ഓൻ അവിടെ ഉണ്ടായത് അടിമയുടെ വലുപ്പത്രം, അടിമയുടെ വലുപ്പത്രം, അടിമയുടെ മെഹ്ലാലാണ്. അടിമ അരിഞ്ഞോലാണ്. ആരുടെ ദിക്കറിൽ? ഉടമക്കാരുടെ ദിക്കറിൽ. അതാണ് അടിമയുടെ അങ്ങനെയാണ്. അതാണ് അടിമയുടെ വലുപ്പത്രം. മനുഷ്യന്മാരെ വിജ്ഞാനമൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ജഹിലായി കാട്ടുകാരെന്ന് പറഞ്ഞു. പിന്നെ എന്താ പുസ്തകമല്ലോ ജഹിലായി കൊള്ളനെ എന്തുകൊണ്ട് ജയിലാണ് എന്നുകൂടി നല്ലത്. لما رأيت الجهل في الناس فاشيا تجاهلت حتى قيل إني جاهل لما رأيت الجهل في الناس فاشيا. നോക്കുമ്പോൾ വിഡ്ഢിത്തരം എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതായി ഞാൻ കണ്ടു. കവി പറയാണ്, വിഡ്ഢിത്തരം എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതായി ഞാൻ കണ്ടപ്പോൾ തജാഹൽതു, ഞാൻ വിഡ്ഢിത്തം പഠിച്ചു. അങ്ങനെ ജനങ്ങൾ പറയാൻ തുടങ്ങി ഇവനും വിദ്യയായിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു മാർക്കറ്റ് കിട്ടിയത്. അങ്ങനെ ഞാൻ വൃത്തിയായി മാറിയപ്പോൾ മനസ്സമാധാനമായി. കാരണം നാട്ടിലാകെ എന്തായിരുന്നു? പിന്നെ അവിടെ മാർക്കറ്റ് ആർക്കാണ്? വൃത്തിയാക്കാണ് അവിടെ വൃത്തിക്കാൻ മാർക്കറ്റ്. لما رأيت الجهل في الناس فاشيا تجاهلت حتى قيل إني جاهل. ജഹൽ പഠിച്ച് ഞാൻ ജാഹിലായി. സമാധാനമായി. ഞാൻ ഒരു കൂട്ടത്തെ കൂട്ടി. ഞാൻ ജാഹിലായി. ഞാൻ കൂട്ടത്തെ കൂട്ടി. ഞാൻ ജഹലില്ലെങ്കിലും ഞാൻ കൂട്ടത്തെ കൂട്ടില്ല. കൂട്ടത്തെ കൂട്ടുമ്പോഴാണ് സമാധാനം. ഞാൻ മുഖ്യധാരയില്ല. ഞാൻ കൂട്ടത്തെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആരായി? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അവരെന്നെ മനുഷ്യന്മാരെ ചിന്തിക്കണം. മനുഷ്യൻ എന്താണ്? അല്ലാഹുവിന്റെ വലുപ്പത്തിലാണ് പറഞ്ഞതല്ല. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. فلا يحزنك قولهم, അവരുടെ വാക്ക് അങ്ങയെ വിഷമിപ്പിക്കരുത് നബി, ദുഃഖിപ്പിക്കരുത്. ഇന്നാ തീർച്ചയായും നാം അറിയുന്നുണ്ട് മാ യുസിറൂന, അവർ രഹസ്യമാക്കി പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളെല്ലാം ആരും അറിയില്ല. പക്ഷെ അല്ലാഹു സാമിഉൻ നജ്വയാണ്. എല്ലാ രഹസ്യ സംഭാഷണവും അല്ലാഹു തആല കേൾക്കും. അപ്പൊ അവൻ യസ്മഉ ദബീബൻ നംലത്തി അല സഹറത്തി സമാഇ ഫിൽ ളുമത്തി സൗദാ, കൂരിരുട്ടുള്ള രാത്രിയിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടക്കുന്ന ഉറുമ്പിന്റെ കാലിന്റെ ശബ്ദം അല്ലാഹു കേൾക്കും. പിന്നെ എങ്ങനെ അവൻ രഹസ്യം കേൾക്കാതിരിക്കാം? അപ്പൊ എന്ത് ആയിട്ടും കാര്യമല്ല, അവനെല്ലാം കേൾക്കും. അപ്പൊ അവനെ ഏൽപ്പിച്ച പേടിയും പേടിയും. നിങ്ങൾ വിഷമിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അടിമയെ സംബന്ധിച്ചിടത്തോളം അടിമക്ക് പ്രശ്നം ഉണ്ടാവും. എന്താ എന്നെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ടാവും, എന്നെന്തോ പറയുന്നുണ്ടാവും. ചില ആളുകൾ പറയും മൂക്ക് ചൊറിഞ്ഞു, അപ്പൊ എന്താ എന്നെ പറ്റി ആരോ കുറ്റം പറയുന്നുണ്ട് അല്ലെ? അങ്ങനെ പറയല്ലേ? പറയും മനുഷ്യന്മാര്. അങ്ങനെ വാക്കുണ്ടല്ലേ നമ്മളടിയിൽ? ഇല്ല അങ്ങനല്ലേ? എന്നെ പറ്റി ആരോ എന്തോ പറയുന്നുണ്ടോ, മൂക്ക് ചൊറിയും, എന്നെ പറ്റി ആരോ എന്തോ പറയുന്നുണ്ടോ എന്ന് എല്ലാവരും എന്നെ പറ്റി കുറ്റം പറഞ്ഞു. അതിലെന്താ?
അതിന് യാതൊരു പേടിയും പേടിക്കണ്ട. എന്ത് പറഞ്ഞാൽ കുടുങ്ങി. എല്ലാം ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? അല്ലാ, ഞാൻ അതിന്റെ പിന്നാലെ നടന്നിട്ട് എനിക്ക് BP കൂട്ടി വാങ്ങണ്ട, ഞാൻ വെറുതെ അതിനൊന്നും നടക്കണ്ട. എന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അറിയുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അടിമക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എന്തുകൊണ്ട്? അവൻ ഉടമക്കാരന്റെ പ്രത്യേകമായ ഒരു കനഫിലാണ്, ഒരു ഹിമായത്തിലാണ്, ഒരു സംരക്ഷണത്തിലാണ്. അപ്പോൾ പിന്നെ അടിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം അടിമയെ ബാധിക്കില്ല. കാരണം ആര് ഏറ്റെടുത്തിട്ടുണ്ടെല്ലാം ഉടമക്കാരനെ ഏൽപ്പിച്ച് ഏറ്റെടുത്ത ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭയപ്പെടാനാണ്? പക്ഷെ എന്ത് ചെയ്യണം? ഉടമക്കാരനെ ഏൽപ്പിക്കണം. ഉടമക്കാരനെ ഏൽപ്പിക്കണം. ഉടമക്കാരനാകട്ടെ വല്ലാത്ത റഹീമാണ്. ലോകത്ത് നിനക്കെതിരെയുള്ള കാര്യങ്ങൾ നീ അള്ളാന്റെ സുഹൃത്താകുമ്പോൾ എല്ലാവരുടെ കാര്യം അന്വേഷിച്ച് പോയിട്ട് കണ്ടെത്തി നിനക്കെതിരെ വരുന്ന കൂരമ്പുകളെ മൊത്തം തടയാൻ നിനക്ക് കഴിയോ? നിനക്ക് കഴിയില്ല. കഴിയാത്ത പടച്ചോൻ നിന്നോട് നിർബന്ധിച്ചിട്ടുമില്ല. നിനക്കെതിരെ പരസ്യമായി ഒരു കാര്യം വന്നാൽ അതിനെനിക്ക് തടഞ്ഞോ? രഹസ്യമായി വരുന്ന കാര്യം എന്തൊക്കെ ഉണ്ടാവും, അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുകയും വേണ്ട. അത് അന്വേഷിച്ച് കണ്ടെത്താൻ അള്ളാഹു നിന്നോട്ട് കൽപ്പിച്ചിട്ട് എന്തുകൊണ്ട് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അൽ ബഖറയിലെ 284 ആയത്തിറങ്ങി. ലില്ലാഹി മാ ഫിസ് സമാവാതി മാ ഫിൽ അർദി വഇൻ തുബ്ദു മാ ഫി അൻഫുസികും തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാഹ്. നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും പരസ്യമായി ചെയ്താലും രഹസ്യമാക്കി വെച്ചാലും അള്ളാഹു നിങ്ങൾക്ക് ഒരു രഹസ്യമായ ഒരു ചിന്ത വന്നു, ഒരു രഹസ്യമായ ചിന്ത വന്നു, അതിന് വരെ ഹിസാബുണ്ട് എന്ന ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികൾക്ക് പേടിയായി. സ്വഹാബികൾ പറഞ്ഞു, ലാ നഖ്ദറു അൻ നതിഅഹ യാ റസൂലല്ലാഹ്, ഈ ആയത്തിന് ഉൾപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഫഖാല നബി, അപ്പോൾ പറഞ്ഞു, ഇന്നമാ ഹലക മൻ കാന ഖബലകും സമിഅനാ വഅസൈനാ. പഴയ കാലത്തെ ആളുകളൊക്കെ നശിച്ചു പോയത് ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ വഴിപ്പെടൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങളായാൽ നിങ്ങൾ അള്ളാഹു പുറത്തേക്ക് തള്ളുമെന്ന് മുത്തുനബി ആ സ്വഹാബിനോട് പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾക്ക് പേടിയായി. അപ്പൊ ഇനി എന്താ ചെയ്യാൻ ഉപയോഗിച്ചു? ഈമാൻ പുതുക്കണമെന്നാണ്. അപ്പോൾ ഈമാൻ പുതുക്കൽ എങ്ങനെയാണ് അതും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈമാൻ പുതുക്കാൻ വേണ്ടി ഇറങ്ങിയ ആയത്താണ് 285 ആയത്ത്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂലി വഖാലു സമിഅനാ വ അതഅനാ. സമിഅനാ വ അസൈന എന്നാണ് പറഞ്ഞ്. അതായത് സമിഅനാ വ അസൈന, ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾക്ക് വഴിപ്പെടാൻ കഴിയില്ല. അതിന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു ഞങ്ങൾ വഴിപ്പെടാൻ തയ്യാറാണ്. ഗുഫ്റാനക റബ്ബന, പറഞ്ഞു പോയത് ഏറിപ്പോയി. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങി വരുന്നത്. ഈ വാക്ക് സഹാബികളാണ് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ആയത്ത് ജിബ്രീലിന്റെ അടുത്ത് കൊടുത്തയച്ചു. ആ ആയത്താണ് എന്ത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, നിങ്ങൾ നിങ്ങളെ റൂട്ടിൽ പോയാൽ മതി, നിങ്ങൾക്ക് കഴിയാത്തൊരു കാര്യം അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല, പ്രശ്നമില്ല. അതായത് 286 ആയത്ത് കൊണ്ട് 284 ആയത്ത് മൻസൂഖായി, തിരിഞ്ഞിട്ടില്ല. 284 ആയത്തിന്റെ നിയമം ഇപ്പോൾ നിലവിലില്ല. എന്ത്? രഹസ്യമായ നമ്മളെ മനസ്സിൽ തോന്നുന്ന കാര്യത്തിന് വരെ ഹിസാബ് ഉണ്ടാവും എന്ന ആയത്താണ് എന്തിനുള്ളത്? അതെ, 84. അതായത് രഹസ്യമായി നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം എടുത്തുകൊണ്ട് മനസ്സിലാണോ? ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടു. അപ്പൊ ഒരു ഫാഹിഷത്ത് അവന്റെ മനസ്സിൽ സ്വാഭാവികമായി വിചാരിച്ചു. മനുഷ്യനാണ്, സ്വാഭാവികമായ ഒരു സെക്കൻഡ് വന്നുപോയി. അതൊരു സെക്കൻഡോ 2 സെക്കൻഡോ 10 സെക്കൻഡോ 20 സെക്കൻഡോ 1 മണിക്കൂറോ ചിലപ്പോൾ നിലനിൽക്കാം. ഓഫലത്ത് മനുഷ്യനെ ബാധിക്കുന്നതിനനുസരിച്ച് ആരോടൊന്നും പറഞ്ഞില്ല, അയിമരി പിന്നാലെ നടന്നതുമില്ല. മനസ്സിലായോ? നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന്? മനുഷ്യൻ സ്വാഭാവികമായും വരാം, മനുഷ്യനല്ലേ, അവന്റെ ഓഫലത്തിനനുസരിച്ച് നീണ്ടു. ചിലപ്പോൾ ഒരു സെക്കൻഡും വരാം, ചിലപ്പോൾ ചില ആളുകൾ നീണ്ടു നിൽക്കാം. എന്നാ ഒന്നും അതിന്റെ പിന്നാലെ ഉണ്ടായതുമില്ല. മനസ്സിലായ ചിന്ത ഇതിനെ തട്ടാൻ മനുഷ്യന് കഴിയില്ല. അത് എത്രത്തോളം എന്താണ് നീണ്ടുപോകുന്നത് കട്ട് ചെയ്യാം, പക്ഷെ സെക്കൻഡിൽ ആ ചിന്ത വരുന്നതിന് തടയാൻ കഴിയില്ല. പക്ഷെ ഈ സെക്കൻഡിലായ ചിന്തക്കും എന്ത് വരും? ഹിസാബ് എടുക്കുന്നതാണ്. 10 വയസ്സ് നമ്മളെ കയ്യിലില്ലാത്ത സമയമാണ്. ഒരാൾ 2000-ന്റെ കെട്ട് ഇങ്ങനെ എടുത്തേക്കാണ്, കെട്ടിയൊക്കെ ഇങ്ങനെ എടുത്തേക്കണ കണ്ടു. അപ്പൊ ഒരു സെക്കൻഡ് മനസ്സിൽ തിന്നോ ഞാൻ ആ പെട്ടി കൊണ്ടാണ് പാഞ്ഞതില്ല, ഒന്നുമില്ല. എന്നാലും എന്ത് വന്നോയി? അത് ചിന്ത വന്ന് എനിക്ക് മരിക്കണവരെ കഴിഞ്ഞോളാൻ അപ്പിട്ടിട്ടിയ മതി. ഞാനാണ് തട്ടി അപ്പ് എട്ടിയോടെ ഒറ്റ പാച്ചിലാണ് പാഞ്ഞാലോ എന്ന് ഒരു സെക്കൻഡ് തോന്നി ചിന്ത വരുമല്ലോ സ്വാഭാവികം.
284-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ആ ചിന്ത പോലും എന്തുണ്ടാവും, ഹിസാബ് എടുക്കുന്നതാണ്. ആ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി എന്നോട് സ്വഹാബികൾ പറഞ്ഞു, നബിയെ ലാ നസ്തതിഉ അൻ നുതിഅഹ, ഇതിന് ഈ ആയത്തിന് വഴിപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല, പുറത്ത് പറയാൻ, ഞങ്ങൾ തുറന്ന് പറയാൻ ഞങ്ങൾക്ക് ഇതിന് നടക്കൂല. അപ്പോൾ പറഞ്ഞു, ഇന്നമ ഹലക മൻ കാന ഖബലക്കും, നിങ്ങളെ മുൻഗാമികളൊക്കെ നശിച്ചത് ഖാലു സമിഅനാ വഅസൈനാ, അവരെ പ്രവാചകന്മാർ ഒരു വാക്ക് പറയുമ്പോഴത്തേന് അവർ പറയും സമിഅനാ, വിഷയം ഞങ്ങൾ കേട്ടു മനസ്സിലാക്കി, പക്ഷെ അസൈനാ ഞങ്ങൾ എതിരെ ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് ഇതിന് വഴിപ്പെടാൻ എന്ന വാക്ക് പറഞ്ഞാണ് അവരൊക്കെ നശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നശിക്കാണ്, നിങ്ങൾ അല്ലാഹ് പുറത്താക്കുന്നു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ പേടിച്ചു, ഞങ്ങൾ ബേജാറായി, അല്ലാഹ് ഞങ്ങൾ ഒഴിവാക്കണോ, അല്ലാഹുവേ പഠിച്ചോനെ. അപ്പോൾ റസൂൽ പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, ഈമാനെ പുതുക്കി കളയും. അപ്പോൾ പറഞ്ഞു, ബിമൻ ഉജ്ജദ്ദിദു യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എങ്ങനെ പുതുക്കരുതെന്ന് അറിയില്ല. ഫനസല ബിൽ ആയത്തി താലിയ, അപ്പോൾ അടുത്ത ആയത്തും കൊണ്ട് ജിബ്രീൽ വന്നു 255. അതാണ് ആമന റസൂൽ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ആമന റസൂൽ ഓതാൻ കൽപ്പിച്ചത്, ഈമാൻ പുതുക്കുക. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വഴിപ്പെടാൻ തയ്യാറാണ്. നേരത്തെ എന്താ പറഞ്ഞു, കേട്ടു പക്ഷെ ഞങ്ങൾ വഴിപ്പെടൂല, അതിന് നേരെ എതിരെ സമിഅനാ വഅതഅനാ ഗുഫ്റാനക, ഞങ്ങൾക്ക് പുറത്തരണം. ഈ പുറത്തരണം എന്താ, ഒരു സെക്കൻഡ് ഞങ്ങൾ വഴിപ്പെടൂല എന്നൊരു വാക്ക് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുഫ്റാനക റബ്ബന, ഞങ്ങൾ വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്, പിടികൂടരുത്. ഈ വാക്ക് കൊണ്ട് ഇവർ ഈമാനെ പുതുക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ അടുത്ത ആയത്ത് ഇറക്കി സയ്യിദുനാ ജിബ്രീലിന്റെ അടുക്കൽ. ആ ആയത്താണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, സാധ്യമായതല്ലാതെ ഒരു ആത്മാവിനോടും അല്ലാഹു കൽപ്പിക്കുകയില്ല. സാധ്യമായത് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, ഒരു വിഷയമില്ല. നിങ്ങളെ മനസ്സിന് സാധ്യമായത് വന്നാൽ, നിങ്ങളെ മനസ്സിന് സാധ്യമാകാത്ത കാര്യത്തിൽ അല്ലാഹു നിങ്ങളെ ഒരിക്കലും ഒരിക്കലും പിടികൂടേല്ല, ശിക്ഷിക്കൂല, പിടികൂടൂല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഇതിനെ ഞാനൊന്ന് വിശാലമായ അർത്ഥത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതായത് നാട്ടിൽ ഇപ്പൊ നമുക്കെല്ലാ എതിരെ നടക്കുന്ന കാര്യങ്ങളെ മുഴുവനും കണ്ടെത്തി അതിന് പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല, നമുക്ക് ഒരിക്കലും അതിന് കഴിയില്ല. അതേ സമയത്ത് നമ്മൾ കാര്യം ആരെ ഏൽപ്പിച്ചു, അള്ളാഹിനെ ഏൽപ്പിച്ചു. അള്ളാഹുവാണ് നമ്മളെ വക്കീല്, അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാര്യം നോക്കേണ്ടത് ആരാണ്, അള്ളാഹുവാണ്. അവരെന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാലും അത് ഇല്ലാതെയാക്കേണ്ടത് ആരെ ഉത്തരവാദിത്വം, അത് നമുക്ക് കഴിയില്ല എന്ന്. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لها ما كسبت. അവർ ചെയ്തു കൂട്ടിയ നന്മയുടെ കൂലി അവർക്കുണ്ടാവും. വഅലൈഹാ മാ ഇക്തസബത്ത്, അവർ ചെയ്തു കൂട്ടിയ തിന്മയുടെ ദോഷം അതും അവർക്കെതിരായിട്ടുണ്ടാവും. ربنا لا تؤاخذنا إن نسينا أو أخطأنا, ഞങ്ങൾ മറന്നാലോ പിഴച്ചാലോ ഞങ്ങൾ നീ പിടികൂടരുതേ റബ്ബേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്നാ, ഞങ്ങളെ നീ പിടികൂടരുത്. ഇൻ നസീനാ, ഞങ്ങൾ മറന്നാൽ, ഔ അഖ്തഅനാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിഴച്ചാൽ. ഉടനെ മുത്തുനബി പറഞ്ഞു, ഇല്ല, റുഫിഅ അൻ ഉമ്മത്തി അൽ ഖത്ഉ വൻ നിസ്യാൻ. അല്ലാഹു പുതിയ സന്ദേശം തന്നിട്ടുണ്ട്, അല്ലാഹു സ്വീകരിച്ചു. എൻ്റെ ഉമ്മത്തിമാരുടെ മറവിയോ പിഴവോ അല്ലാഹു ഒരിക്കലും ശിക്ഷക്കെടുക്കില്ല. പ്രശ്നമില്ല, മറന്നാലും പ്രശ്നമില്ല, പേച്ചാലും പ്രശ്നമില്ല. പേച്ച ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമല്ല. ഒരുത്തനെ എന്ത് ചെയ്തെന്നറിയോ, ഒരുത്തനെ കക്ഷത്തിന് വാളും വെച്ചിട്ട് എന്ത് ചെയ്ത് കോണിമക്ക് ഇറങ്ങിയിരുന്നു, പടി വെച്ചുപോയി. നേരെ എന്ത് ചെയ്ത് നേരെ ആയിട്ട് വീണത് ഒരുത്തൻ്റെ കഴുത്തിലേക്കാ, അതുകൊണ്ട് കഴുത്താണ് പോയി. ഇവിടെ കുറച്ചാലും ജയിലിൽ കിടക്കേണ്ടി വരും, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഒരു പ്രശ്നമല്ല. കാരണം ഇത് എന്താണ്, ഖത്ആണ്. എൻ്റെ സമുദായത്തിൽ പിഴച്ച സംഗതി എന്ത് ചെയ്യാം, അല്ലാഹു തആല ഉയർത്തപ്പെട്ടു. അത് എഴുതന്നല്ല, ഇവിടെ റെക്കോർഡ് പോലും ഉണ്ടാവില്ല. സത്യത്തിൽ കൊലപാതകമാണ്. ആ വണ്ടി അടിച്ച് മരിച്ചു. ഒരത്തന്നെ വണ്ടി അടിച്ച് മറ്റൊരാൾ മരിച്ചു. റുഫിയാനാണ് ആ എഴുത്ത് പോലും ഉയർത്തപ്പെട്ടു. അതായത് എന്താവൂല, ബനോനെ കൊന്ന ആളാണ്, എന്താവൂല, പേന പോലും ഉയർത്തപ്പെടും, എഴുതുപോലും ഇല്ല. എന്റെ വണ്ടി അടിച്ച് പണ്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്, ഞാൻ എഴുതില്ല. ഇതെന്താണ്, പേവാണ്, വെച്ചൊരു പ്രശ്നമില്ല. റുഫിയാൻ ഉമ്മത്തി അൽ ഖത്ഉ വൻ നിസ്യാൻ എന്ന്
ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا അല്ലാഹുവേ ഞങ്ങളെ മേൽ നീ ചുമത്തരുതേ റബ്ബേ ഇസ്റൻ ഒരു ഭാരത്തെ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന ഞങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ മേൽ നീ ഭാരം ചുമത്തിയതുപോലെ ഞങ്ങളെ മേൽ നീ ഭാരം ചുമത്തരുതേ റബ്ബേ. നിയമങ്ങൾ ഉണ്ടായിരുന്നു, ആ നിയമമൊക്കെ ഭയങ്കര ശക്തിയായിരുന്നു. ചില കാര്യങ്ങൾക്ക് അവർക്ക് തൗബ, പരസ്പരം കൊല്ലലേ, വെട്ടിയെടുക്കും. ആജാതി ഭാരം ഞങ്ങളെ മേൽ നീ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന ഞങ്ങളെ മുമ്പുള്ള ആളുകളുടെ മേൽ നീ ഭാരം ചുമത്തിയതുപോലെ ഞങ്ങളെ മേൽ നീ ഒരിക്കലും ഭാരത്തെ ചുമത്തരുത്, ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെയാണ്. ഉദാഹരണം പറയാം മൂസാ നബി അലൈഹിസ്സലാത്തു പശുക്കുട്ടി ആരാധിച്ചിട്ടുള്ള ശിക്ഷ എന്തായിരുന്നു? എന്ത്? ആത്മഹത്യ. 70,000 ആളുകളല്ലേ ഉച്ചയാകുമ്പോഴത്തിന് ആത്മഹത്യ മരിച്ച്. ആത്മഹത്യ നിർബന്ധമാക്കി വെട്ടന്നെ വെട്ടിയത് കൊല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുക. മരിക്കുന്നവർക്ക് മരിക്കാൻ വേണ്ടി ഇറങ്ങാം. അത് ഞങ്ങളെ വിട്ട ഞങ്ങൾ ഇനിയും വിട്ടുക, രണ്ടാളും മരിച്ചു, മറ്റും വിട്ടു. അങ്ങനെ 70,000 ആളുകൾ ഉച്ചയായപ്പോഴും മരിച്ചിട്ട് പോയി. എന്തിനുള്ള ശിക്ഷ? പശുക്കുട്ടി ആരാധന ശിക്ഷ. 70,000 ആളുകൾ. ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحملنا ما لا طاقة لنا به ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളെ മേൽ നീ നിർബന്ധിക്കുകയും ചെയ്യരുത്. അതായത് ഞങ്ങൾക്ക് കഴിയാത്ത ഭാരം, അത് മനസ്സിലായില്ലേ? അത്തരം നിയമങ്ങൾ, അത്തരം ഉജൂബാത്തുകൾ ഞങ്ങൾക്ക് ആ ഉജൂബിനെ വഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത് ഞങ്ങൾ മേൽ നീ വെച്ചിട്ടത്. ഞങ്ങളെ മേൽ നീ നിർബന്ധിക്കരുത്. മാലാ ത്വാഖത ലനാ ബിഹി, അതുകൊണ്ട് ഞങ്ങൾക്ക് ത്വാഖത്തില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങളെ നീ ഏൽപ്പിക്കരുത്. ഞങ്ങൾക്ക് കഴിവില്ല, അത് ഞങ്ങളെ ഏൽപ്പിക്കരുത്. പിന്നെ ഞങ്ങൾക്ക് നീ മാപ്പാക്കണം, ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കണം. ഈ രണ്ടായത്തിനെയും ഓതാതെ ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾ ഉറങ്ങാൻ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. ഒരാൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതോതാ ഉറങ്ങാൻ കിടക്കാൻ പാടില്ല. ഞാൻ അഭിപ്രായപ്പെടുന്നില്ല മൻ ഒരാളെ പറ്റി അക്കലൽ ഇസ്ലാമ, ഇസ്ലാമിനെ അവന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഉറങ്ങുമെന്ന്. ഖബ്ല അൻ യത്ലു ഹാതൈനിൽ ആയതൈനി, ഈ രണ്ടായത്ത് ഓതുന്നതിന് മുമ്പ് ഒരാൾ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈമാനെ പുതുക്കുന്ന ആയത്താണ്. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു സന്തോഷമായി നൽകിയതാണ്. ഇതിലൊരുപാട് സംഗതിയുമുണ്ട്, എന്ത് പിടികൂടില്ല. പല ജാതി പിടികൂടൽ നിയമം അല്ലാഹു തആല ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ സന്ദേശമാണ്, ഇത് തൗബയാണ്, ഇതൊരു സന്ദേശമാണ്. അതായത് ഇത് പറയാനുള്ള സന്ദർഭത്തിൽ പറയാനുള്ള കാരണം, ഒരിക്കലും അടിമക്ക് കഴിയാത്തൊരു കാര്യം ഉടമക്കാരൻ അടിയുടമയുടെ മേൽ ഇത് അടിച്ചിട്ടില്ല, ഒരിക്കലും അടിച്ചിട്ടില്ല. പിന്നെ പല നിയമങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു, പല ജാതി നിയമങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളൊക്കെ ഉദാഹരണം പറയാം. അവർക്ക് വുളൂ ചെയ്യാൻ പറഞ്ഞാൽ നജസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വസ്ത്രം മുറിച്ച് മാറ്റണം. അത് നിയമമാണ്, നിർബന്ധമാണ്. ആ നിയമം നമ്മളൊക്കെ വല്ലതും നടക്കും. തുണി മുറിക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? വസ്ത്രത്തിൽ നജസായാൽ ഈസവി നിയമമാണ്, ഈസാനബിയുടെ കാലത്തെ നിയമമാണ്. വസ്ത്രത്തിൽ നജസായ എന്ത് ചെയ്യണം? മുറിച്ചതാണ്. ആ വസ്ത്രം മുറിച്ചാണ്. പുതിയ കുപ്പായം വാങ്ങിക്കൊണ്ടിരിക്കുക, എന്തോ ഒരു നജസായി, ഇപ്പം എന്ത് ചെയ്യാം? മുറിച്ചാണ് നടക്കുമോ? അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമം, ആജാതി നിയമം ഞങ്ങളെ നീ ഏൽപ്പിക്കരുത്, പക്ഷേ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. പിന്നെ അതേപോലെ നിയമങ്ങൾ, പലജാതി നിയമങ്ങളും ഉണ്ടായിരുന്നു, പലജാതി നിയമങ്ങൾ ഉണ്ടായിരുന്നു. നിയമങ്ങൾ കുറച്ചായിരുന്നു, പക്ഷെ ആ നിയമങ്ങൾ വളരെ ശക്തമായിരുന്നു. നമുക്ക് അങ്ങനെയല്ല, ഞങ്ങൾ നിയമങ്ങളുണ്ട്, പക്ഷെ ആ നിയമങ്ങൾ ഒരിക്കലും ശക്തമല്ല, ഒക്കെ ലളിതമായ നിയമങ്ങളാണ്. പിന്നെ فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون
വലാ യഹ്സുൻക അങ്ങേ ഒരിക്കലും വിഷമിപ്പിക്കാതിരിക്കട്ടെ നബിയെ ഖൗലുഹും അവരുടെ വാക്ക് ഇന്നാ തീർച്ചയായും നാം അറിയുന്നുണ്ട് മാ യുസിറൂന അവർ രഹസ്യമായി പറയുന്ന കാര്യങ്ങളെയെല്ലാം അവർ പരസ്യമാക്കി പറയുന്ന വിഷയങ്ങളുമെല്ലാം. അതായത് അവൻ രഹസ്യാക്കി വെച്ചാലും പരസ്യാക്കി വെച്ചാലും ഞാൻ അറിയും. നിങ്ങൾ പേടിക്കേണ്ട, ഒക്കെ ഞാൻ ഏറ്റെടുക്കും. അതിന് ഞാൻ മറുപടി പറയും. അതിന് കൊടുക്കേണ്ടടുത്ത് ഞാൻ കൊടുക്കും. നിങ്ങൾ വിഷമിക്കേണ്ട. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഊഹാപോഹങ്ങളെല്ലാം അവർ ഏറ്റെടുക്കേണ്ടി വരും. ഒരു ഊഹാപോഹം ഒരാൾ പറഞ്ഞാൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ പറയുന്ന വാക്ക് ആകാശത്തേക്ക് ഉയരും. ഒരാളെ പറ്റി ഒരു വാക്ക് പറയും, ആകാശത്തേക്ക് ഉയരും. ആകാശത്തേക്ക് ഉയർന്നിട്ട് ആകാശത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ ആകാശത്തിന്റെ വാതിൽ തുറക്കൂല. അവിടുന്ന് പറയും, ആ ആള് ഈ പറയപ്പെട്ട ആൾക്ക് ആ ദോഷമില്ല. അപ്പോൾ ആ കലിമത്ത് അവനെ ലഅനത്ത് ചെയ്തുകൊണ്ടിരിക്കും ഇലാ യൗമിൽ ഖിയാമ. നമ്മളൊരാളെ പറ്റി ഒരു കാര്യം പറഞ്ഞു, അത് അയാളിൽ ഇല്ല. ആ വാക്ക് ഇവിടുന്ന് ഉയർന്നു പോകും, ആകാശത്തിന്റെ വാതിലോട് തുറക്കില്ല. അപ്പോൾ പിന്നെ ഈ ഹവയിൽ നിൽക്കും ആ വാക്ക് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ഫതൽഅനുഹു ഹാദിഹിൽ കലിമാത്തു, അത് പറഞ്ഞ ആളെ പറ്റി അത് ലഅനത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനാടാ ഈ ഒരാളിൽ ഏൽപ്പിക്കാൻ കഴിയാത്തൊരു വാക്ക് ജിന്നെ സൃഷ്ടിച്ചത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അമിതമായ ദമ്മും അമിതമായ മധുവും ഒക്കെ അങ്ങനെ അതിനെ ലഅനത്ത് ചെയ്യും. നമ്മളൊരാളെ അമിതമായി പ്രശംസിക്കലും അങ്ങനെയാണ്, മറ്റേത് അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണ്, വല്യാണ്, അവല്യാണ്, പാപ്പയാണ്, ചേനയാണ്, ചേമ്പാണ് എന്നാണ്. ഇയാളുടെ അർത്ഥത്തിൽ ഒന്നുമല്ല. ആ വാക്ക് പറഞ്ഞ വെച്ചാൽ ആകാശത്തിന് താഴത്തേക്ക് ഇടും. ഈ പറഞ്ഞ ആളതൊന്നുമല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? പിന്നെ ഈ ആൾക്ക് കെട്ടാൻ പറ്റിയ ഒരു അടിമയെ കിട്ടൂല. അപ്പൊ ഈ വാക്ക് ആരെ പറ്റി പറഞ്ഞോ ആ വാക്ക് അയാളിലേക്ക് മലക്കൾ സ്വീകരിക്കൂല. അപ്പൊ ഈ വാക്ക് ഹവയിൽ പെടും, അതിനൊരാളെ കിട്ടാൻ. എന്നിട്ട് ആ വാക്ക് ഖിയാമത്ത് നാൾ വരെ ലഅനത്ത് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവന്റെ കഴുത്തിൽ തൂക്കപ്പെടും. ഈ ലഅനത്തിന്റെ കോടിക്കണക്കിന് ലഅനത്തോടുകൂടെ ഇവന്റെ കഴുത്തിൽ തൂക്കും. രണ്ടും അങ്ങനെയാണ്, അമിതമായ ദൂരമായി. ഓക്കെ, മുക്കത്തെ ഇമാമായിട്ടുള്ളൂ, പക്ഷെ മക്കത്തെ ഇമാമാണ് കാണും. മനസ്സിലായില്ല? ഒരാൾ മുക്കത്തെ ഇമാമാണ് ആയിട്ടുള്ളത്, പക്ഷെ മൂപ്പരെ പറ്റി എന്ത് പറഞ്ഞു? ഇത് മക്കത്തെ ഇമാമാണ്. മൂപ്പര് മുക്കത്തെ ഇമാമ ആയിട്ടുള്ളൂ, എവിടെ ആയിട്ടില്ല, എവിടക്കെത്തിയിട്ടില്ല, മക്കത്തെ ഇമാമ ആയിട്ടില്ല. എങ്കിലും ആ വാക്കാണ് ലഅനത്ത്. പിന്നെ ഒരാളെ പറ്റി ഇല്ലാത്ത പറഞ്ഞു, അത് ലഅനത്ത് ഏറ്റെടുക്കാൻ ആൾ കിട്ടൂല. കലിമത്തിന് അതിന് മാത്രമേ അള്ളാഹു തആല സ്വീകരിക്കുള്ളൂ. നീതിയുക്തമായ വാക്ക്, അത് ഏറെയില്ല കുറച്ചില്ല. അങ്ങനത്തെ വാക്ക് മേലക്കണ കയറ്റുള്ളൂ. അല്ലാത്ത വാക്ക് ഭൂമിയിൽ ഹവയിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് പറഞ്ഞ ആളെ പറ്റി ലഅനത്ത് ചെയ്തുകൊണ്ടിരിക്കും എന്ന്. എന്താ കുഞ്ഞാലിനത് പ്രശ്നം? തിരിഞ്ഞില്ല. ഇല്ലാത്ത കളവാണോ പറഞ്ഞേ? അങ്ങനെ ഉണ്ടാവില്ല ബാബ, അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഒന്ന് താൽക്കാലിക ലാഭം നിലനിൽക്കൂല. അള്ളാഹു അമ്പിയാക്കന്മാരെ സിദ്ഖിന്റെ വക്താക്കളായിട്ടല്ലേ പറഞ്ഞയച്ചത്. സിദ്ഖ് കൊണ്ടല്ലാതെ ഒരു ഹക്ക് നിലനിൽക്കൂല. നേരെ മറിച്ച് നേരെ എതിരായിരിക്കും. ഒരാൾ നമ്മൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് അയാളെ അടുക്കുന്നതോടുകൂടെ ആൾക്കാരെ പറ്റി ബോധ്യപ്പെടും. പിന്നെ ആ ഹക്കോടെ നിലനിൽക്കും. മറ്റത് ഹക്കല്ലാവൂല, അത് നിലനിൽക്കുകയില്ല. ഹക്ക് സിദ്ഖ് കൊണ്ടല്ലാതെ നിലനിൽക്കില്ല. അല്ലാഹു തആല അമ്പിയാക്കളെയൊക്കെ സാദിഖീങ്ങളായിട്ടാണ് പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് പറയാൻ പാടില്ല. ആവശ്യമില്ലാത്ത മദ്ഹ് പാടില്ല. നമ്മേതായാലും പാടില്ല. ആവശ്യമില്ലാത്ത മദ്ഹും പാടില്ല. ولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. അവലം യറൽ ഇൻസാൻ, മനുഷ്യനെ പറ്റി നീ കാണുന്നില്ലേ? അവലം യറൽ ഇൻസാനു, മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു, തീർച്ചയായും അവനെ നാം പടച്ചിട്ടുള്ളത് മിൻ നുത്ഫത്തിൻ, ഒരു രേതസ്കണത്തിൽ നിന്നാണ്. രേതസ് ശുക്ലബിന്ദു, രേതിയുടെ അവസാനം പുറപ്പെടുന്നതാണ് രേതസ്.
അത് രതിയുടെ മാർജിനാണ്, ശാരീരിക ബന്ധത്തിന്റെ മാർജിൻ, അതിനൊരു ലാഭമാണല്ലോ. അതാണ് ഈ നുത്ഫത്ത്. ഈ രേതസ്കണം ശുക്ലബിന്ദു കണ്ടാൽ അറപ്പ്, തൊട്ടാൽ അറപ്പ്, വാസനിച്ചാൽ അറപ്പ്, അങ്ങനത്തെ ഒരു സംഗതിയിൽ നിന്ന് ഞാൻ മനുഷ്യനെ പഠിച്ചു. ഇപ്പോഴോ ഇപ്പോൾ അവൻ വ്യക്തമായി തർക്കിക്കുന്നവനാണ്. അവന് പണി എന്താ? എന്റെ കാര്യത്തിൽ എന്റെ കഴിവിൽ തർക്കിക്കും, എന്റെ കാര്യത്തിൽ തർക്കിക്കും. അവനങ്ങനെ കഴിയില്ല, അവനങ്ങനെ കഴിയില്ല, എന്ത് പഠിച്ചോ കഴിയില്ല, കഴിയില്ല. മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, തീർച്ചയായും അവനെ പഠിച്ചിട്ടുള്ളത് ഒരു ശുക്ലബിന്ദുവിൽ നിന്നാണ്, ഒരു രേതസ്കണത്തിൽ നിന്നാണ്. രതിയുടെ മാർജിനാണ് രേതസ്. ശുക്ലബിന്ദു ശാരീരിക ബന്ധത്തെ അവസാനത്തെ ഒരു സാധനമാണ്, പുറത്തു വരുന്ന സാധനമാണ്. അതിൽ നിന്നാണ് ആ നുത്ഫത്ത്, അതിൽ നിന്നാണ് ഞാൻ അവനെ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവൻ വ്യക്തമായ തർക്കക്കാരനായി തീർന്നിരിക്കുന്നു. എന്റെ കാര്യത്തിൽ തർക്കിക്കുകയല്ലാത്ത വേറെ പണിയുമില്ല. അവന് പണി എന്താ? ഈ പഠിച്ചവൻ അങ്ങനെ കഴിയില്ല, എന്ത് കഴിയും, എന്ത് കഴിയാനാണ്, എന്ത് നടക്കാനാണ്, എന്ത് നടക്കാനാണ് എന്ന് ഈ ആയത്തിറങ്ങാൻ കാരണം തർക്കിക്കാൻ വേണ്ടി വന്നു ആസിബിന് വാഹിൽ മുസ്തഫ നബിയുടെ അരികിലേക്ക് ഒരു ദ്രവിച്ചു പോയ എല്ലും കൊണ്ടുവന്നു. മുത്തുനബിയും സ്വഹാബികളും ഉള്ള ഭാഗത്തേക്ക് വന്നു. മക്ക ജീവിതകാലത്ത് ആരാ വരണമെന്നറിയോ? ആസിബിന് വാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി. ഇങ്ങനെ വന്നിട്ട് ദ്രവിച്ചു പോയ എല്ല് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് നിന്നിട്ട് ഇയാൾ ഇതെന്ത് ചെയ്തു അറിയോ? ഈ പഴയ എല്ലിനെ എന്ത് ചെയ്യാൻ പൊടിക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് കണ്ടില്ലേ, ഇതിൽ നിന്ന് എന്റെ പടച്ചോൻ വീണ്ടും ഈ സൃഷ്ടിയെ പടക്കു വെച്ചു. അപ്പോൾ എന്റെ പടച്ചോൻ ഇതൊന്നുമില്ലാതെയാണ് ഇത് ഉണ്ടാക്കിയത്, പിന്നെ ഇതിൽ നിന്ന് അതുണ്ടാക്കാൻ എന്റെ പടച്ചോൻ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചിരിച്ചു. ഇത്ര ദ്രവിച്ചു പോയ എല്ലിൽ നിന്ന് എന്റെ പടച്ചോൻ പുതിയതിനെ പടക്കുമോ? അതിന് മറുപടിയാണ് ഈ പറയുന്ന. പിന്നെ തർക്കിക്കാൻ മെനക്കെട്ടു ആസിബിന് വാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി. മക്കയിലെ 4 ധനാഢ്യന്മാരിൽ ഒരാളായിരുന്നു ആര്? ആസിബിന് വാഹിൽ ലഅനത്തുല്ലാഹി. ഉറക്കപ്പറ, വലിയ മൊലാളിയാണ്, വലിയ മൊലാളിയാണ്, ആരും വിടൂല, വലിയ മൊലാളി ആസിബിന് വാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി. അവനെതിരെ അവൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇനി ഒരു 3-4 ആയത്തുള്ളത്. അവൻ മറൽ ഇൻസാന അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യി അദാ ഖാല മൻ യുഹ്യി അൽഅളാമ വഹിയ റമീം. ദ്രവിച്ചു പോയ ഇതിനെ ആരാണ് മുഹമ്മദേ പുനഃസൃഷ്ടിക്കുന്നത്? പിന്നെന്താ? ഖുൽ യുഹ്യിഹ അല്ലദീ അൻശഅഹാ അവല മറഹു ബികുല്ലി ഖൽഖിൻ അലീം അല്ലദീ ജഅല ലഹു മിന അശ്ശജറിൽ അഖദ് അല്ലദീ ജഅല ലഹു മിന അശ്ശജറിൽ. ഈ ആയത്തുകളെല്ലാം ആസിബിന് വാഹിൽ നിന്നുള്ള മറുപടിയാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ഒരു തമ്മാടിയായിരുന്നു ആസിബിന് വാഹിൽ. ദ്രവിച്ചുപോയ ഒരു എല്ലും കൊണ്ട് മുസ്തഫ നബിയുടെ അരികിൽ വരിക. അതിങ്ങനെ അയാളിങ്ങനെ പൊടിച്ചിങ്ങനെ കളഞ്ഞു. റസൂലുള്ളാഹി ഇതിങ്ങനെ പാറി, ഇങ്ങനെ പാറി. ഈ എല്ലുണ്ടല്ലോ ദ്രവിച്ചുപോയ എല്ലൊക്കെ എന്ത് ചെയ്യാ? ഇങ്ങനെ